അപ്പോൾ നമസ്കാരം. ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളത്താണ്. എറണാകുളത്ത് നമ്മുടെ മറൈൻ ഡ്രൈവ് ഉണ്ടല്ലോ, മറൈൻ ഡ്രൈവിന്റെ നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷന്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു ചെറിയൊരു എക്സിബിഷൻ സെന്റർ ഉണ്ട്. കാരണം ഓണം, ക്രിസ്മസ്, ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് പറഞ്ഞാൽ കുറെ അധികം ഇങ്ങനത്തെ കൗണ്ടറുകളും മേളകളും ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം കണ്ടില്ലേ, ഗുണ കേവ് ആണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഗുണ കേവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞാനും ഉണ്ട്, എന്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഗുണ കേവ് കാണാൻ പോകുന്നത്. നമുക്ക് ഇതിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു 100 rupees ആണ് വരുന്നത് പെർ പേഴ്സണ്. ഇതിനകത്ത് റോബോട്ടിക് അനിമൽസ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പൊ വളരെയധികം നല്ല കാഴ്ചകളാണ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഗുണ കേവിലെ കാഴ്ചകളൊന്ന് കാണാം. ഓക്കെ, എൻട്രൻസ് നോക്കി ഒരു വലിയൊരു മൂങ്ങ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ കാണുമ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചകളൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മളിത് നമ്മുടെ ഗുണ കേവിലേക്ക് അങ്ങനെ കടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു മൂങ്ങ കണ്ടിട്ടാണ് നമുക്ക് നല്ലൊരു രസമാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്, ഇതാണ് കേട്ടോ. അപ്പോൾ ഈ എൻട്രൻസിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം ഗുഹയാണ്. ഗുഹയ്ക്കകത്ത് അവിടെ ഇവിടെയൊക്കെ വെളിച്ചമുണ്ട്, പക്ഷേ ഫുള്ള് ഡാർക്കാണ്. പിന്നെ നമ്മൾ ഈ ഗുഹയിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ, പലതരം ആനിമൽസിൻ്റെ ഒക്കെ ഇങ്ങനെ സൗണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, അവർക്ക് നല്ല രസമായിരിക്കും. ഇങ്ങനെ വലിയ വലിയ സ്പീക്കറുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് സൗണ്ട് എഫക്റ്റ് നന്നായിട്ടുണ്ട്. പിന്നെ മുകളിലും താഴെയൊക്കെ മൂങ്ങകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇതുപോലെയൊക്കെയുള്ള പല പല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഗുണ കേവിലൊക്കെ കയറിയ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഗുഹയ്ക്കകത്ത് തന്നെയാണെങ്കിലും പല സ്ഥലങ്ങളിലും പല രീതികളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ചില ആനിമൽസ് ഉണ്ട്. ഇത് കണ്ടോ, വവ്വാലൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ. ഇതുപോലെ വവ്വാലുകൾ, പറക്കണ പല ജീവികൾ, ഇത് ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒത്തിരി ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അരുവികളും വെള്ളച്ചാട്ടമൊക്കെ പോലത്തെ സ്ഥലങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമുക്ക് കയറി ഇങ്ങനെയൊക്കെ പോകാം നമുക്ക്. ഇവിടെയൊക്കെ വന്ന് കുറച്ച് നടന്നു കഴിയുമ്പോൾ നല്ല രസമാണല്ലോ. ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കണ്ടില്ലേ, ആ ഒരു ഗുണ കേവിന്റെ സെറ്റപ്പുകളൊക്കെ കാണുന്ന രീതിയിലൊക്കെയാണ്. പിന്നെ ഇഷ്ടംപോലെ വവ്വാലുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വവ്വാലുണ്ട്, പിന്നെ സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ്. പക്ഷെ ഇനി കാഴ്ചകൾ തുടങ്ങുന്നുള്ളൂ. ഇത്രയും നേരം നമ്മൾ വന്നത് കുറെ അധികം എന്താ പറയുക, ആ ഒരു വഴികളിലൂടെ ഗുഹയിൽ കൂടെ വന്നു. ഇനി നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ മെയിൻ കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ കാടിൻ്റെ അകത്ത് കൂടെയൊക്കെ പോകുന്ന പോലെയാണ്. പക്ഷേ കാടിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഐസ്ക്രീം സ്റ്റാളുകൾ, പിള്ളേർക്ക് പല പല സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ട്. പിന്നെ ഗുണ കേവിലൂടെ വന്നു കഴിഞ്ഞാൽ ഗുണ കേവ് മാത്രമല്ല, ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, പർച്ചേസിങ്ങിനൊക്കെ ഒത്തിരി സ്റ്റാളുകൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതായത് ഇത് മാത്രം കാണുക എന്നുള്ളതല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഓണം ട്രേഡിങ് സ്റ്റാളുകളില്ലേ, അതൊക്കെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതൊക്കെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കി, ഇതൊക്കെ നല്ല കാടിനുള്ളിലുള്ള നല്ല സ്പേസുകൾ പോലെ തോന്നുന്നു. നമുക്ക് ഈ ക്യാമറ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ഐസ്ക്രീം കഴിക്കാനായിട്ട് പക്ഷി തലയാട്ടി നിൽക്കുന്നത് കണ്ടില്ലേ, അതുപോലെ ഇങ്ങനെ കുറേ ജീവികളുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചിലത് കൈയിട്ടനക്കും, ചിലത് കാലിട്ടനക്കും, ചിലത് തലയിട്ടനക്കും, അങ്ങനെ അനക്കി ഇങ്ങനെ നിൽക്കുന്ന ജീവികളാണ്. പിള്ളേരെ സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല രസമാണ്. പിന്നെ ഫോട്ടോ എടുക്കാം പിള്ളേർക്ക്, അതാണ് കുട്ടികൾക്കാണ് ഇവിടെ ഏറ്റവും നല്ലത്. പക്ഷെ ഇത് കഴിഞ്ഞുള്ള സ്റ്റാളുകളാണ് മുതിർന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കാരണം ഒത്തിരി നമ്മുടെ സാധാരണ ഓണം, ക്രിസ്മസിനൊക്കെ വെക്കേഷൻ വരുന്ന സ്റ്റാളുകളില്ല, അങ്ങനത്തെ ഒത്തിരി സ്റ്റാളുകൾ ഇവിടെ ഇതിന് ശേഷം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, എത്ര ടൈം ലിമിറ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻസ് കാണാം, ഈ ഒരു എക്സിബിഷൻ സ്റ്റൈലിലുള്ള ഈ ഒരു സെറ്റപ്പ് കാണാം. അതിനുശേഷം നമുക്ക് ട്രേഡിംഗ് സെൻറ്ററുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സമയം ചിലവഴിക്കാം. പിന്നെയുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം കുട്ടികളുടെ റൈഡുകൾ പുറത്തുണ്ട് കേട്ടോ, അതിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഇതിലൂടെ ഇറങ്ങി വേണം നമുക്ക് പോകാനായിട്ട്. എല്ലാത്തിനും കൂടിയുള്ള പൈസയാണ് ഇത്. പക്ഷേ റൈഡുകളിൽ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുപോലെ സ്റ്റാളുകളിൽ സാധനം വാങ്ങിക്കണമെങ്കിൽ അറിയാമല്ലോ, വേറെ പൈസകൾ കൊടുക്കണം. അപ്പം മൊത്തത്തിലൊരു അടിപൊളി പാക്കേജാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും തൊടാനും പിടിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഇവിടെയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഗുണ കേവിലൂടെ നടന്ന് നമ്മൾ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ വന്ന് നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു ഓപ്പൺ എയർ പോലെ സ്ഥലത്താണ്. ഇവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറെ അധികം എന്താ പറയാ, ഗുഹകളിലൂടെ വരുന്നവരെയൊക്കെ നമ്മൾ വന്നു. ലാസ്റ്റ് നമ്മളൊരു ഓപ്പൺ എയർ പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ മാത്രമാണ് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള, ഒറിജിനൽ ആയിട്ടുള്ള കിളികളെയും പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ലതാണ്. കാരണം ഒരു ഓപ്പൺ എയറിൽ നമ്മൾ കുറെ കിളികളെയും പക്ഷികളെയൊക്കെ കാണുന്ന ഒരു ഫീലാണ്.
കാരണം ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ കിളികളും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുവാണെങ്കിൽ ഇത് മാത്രമാണ് ഒരു സംഭവമായിട്ട് തോന്നിയുള്ളൂ. ഈ വഴികളിലൊക്കെ റോബോട്ടിക് അനിമൽസ് അത് ഇതെന്നൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കയറി ചെയ്തെങ്കിലും എനിക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ വേറൊരു കാര്യമുള്ള എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര രസമാണ്. കാരണം കുറെ അനിമൽസിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റും. പിന്നെ കണ്ടില്ല, കിളികളൊക്കെ പറക്കണ കണ്ടില്ല. അപ്പൊ ഈ ഒരു ഫീല് പിള്ളേർക്ക് കിട്ടും. അതൊരു 100 റുപ്പീസിന് പിള്ളേർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. കാരണം ഇത്രയധികം ബേർഡ്സിനൊന്നും നമ്മൾ അല്ലെങ്കിൽ ചുറ്റുപാട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കുറെ അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. ഡമ്മി അനിമൽസ് ഒക്കെയാണ് കാര്യം പറഞ്ഞാൽ, റോബോട്ടിക് അനിമൽസ് ആണ്. ഇവിടെ മാത്രമാണ് ഈ കാണുന്ന ഒരു ഫ്ലൈസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറെ വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഇവിടെ ഉണ്ട്. അതൊരു വലിയ സംഭവമാണ്. കാരണം നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു കാട്ടിലും എന്താണ് പ്രകൃതിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ക്രിയേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അത്ര ഒരു കാഴ്ച പിള്ളേർക്ക് കിട്ടുന്ന വലിയൊരു സംഭവമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ, ഈ ഓണം വെക്കേഷൻ ടൈമിൽ എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം കാണുക, ഗുണ കേവ് കാണുക. പിന്നെ ഒത്തിരി വലിയ പ്രതീക്ഷയോട് കൂടിയൊന്നും അല്ല, പക്ഷെ നമുക്ക് 100 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരുമായിട്ട് വന്നാൽ അവർക്ക് നല്ലൊരു എന്താ പറയാ, അവർക്ക് നല്ലൊരു പ്രതീതി ആയിരിക്കും. കണ്ടില്ലേ, കിളികളെ ഓടിച്ചൊക്കെ വിടുന്നുണ്ട് കേട്ടോ, എല്ലാം പറക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് സംഭവം. ഈ കാണുന്ന കാഴ്ചയാണ് പിള്ളേരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാഴ്ച എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പൊ കാണുന്ന സംഭവം ഉണ്ടല്ലോ, കുറെ അധികം കിളികളുണ്ട്. അപ്പൊ ഇത് ഇപ്പോഴാണ് കേട്ടോ, ഇപ്പോഴാണ് ഇതെല്ലാം പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോഴാണ് അതാ പറഞ്ഞ ബേർഡ്സിന്റെ സ്റ്റാളാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഗുണ കേവ് കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു ഗുണ കേവ് കയറിയപ്പോ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അത്രയല്ല സംഭവം. ഗുണ കേവ് എന്ന് പേരാണുള്ളത്. നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആ ഒരു ഗുണ കേവിന്റെ തീമിൽ ഡിസൈൻ ചെയ്ത് വന്നിട്ട് കുറച്ച് റോബോട്ടിക് അനിമൽസ്, നാച്ചുറൽ ബേർഡ്സ് ഉണ്ട്. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കുറെ അധികം ഫിഷസ്, ബേർഡ്സ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കാണാൻ പറ്റിയ നല്ല കാഴ്ചയാണ്. പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ വന്ന് വരുമ്പോഴത്തേക്കും പിന്നെയുള്ള നമ്മുടെ മേളകളൊക്കെ പോലെയുള്ള കുറെ അധികം സ്റ്റാളുകളുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടില്ലേ, കുറെ കുട്ടികളുടെ കുറെ അധികം എന്താണ് റൈഡുകളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് ആണ്. നിങ്ങൾക്ക് വെക്കേഷന് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫുൾ പാക്കേജ് ആണ് ഇവിടെ ഉള്ളത്. ഇനി എറണാകുളത്തേക്ക് നിങ്ങൾ വെക്കേഷൻ ടൈമിൽ വരുവാണെങ്കിൽ ഇത് മാത്രമല്ല ഉള്ളത്. എറണാകുളത്ത് അങ്ങിങ്ങായിട്ട് ഒത്തിരി അധികം പ്രോഗ്രാംസ് ഇപ്പൊ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓണം, ക്രിസ്മസ്, വെക്കേഷൻ ടൈമുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ വരിക. ഗുണ കേവ് എന്നുള്ള ഈ തീം പാർക്കിലേക്ക് കയറുക. കുറെ അധികം കാഴ്ചകളുണ്ട്, വലിയവർക്കും കുട്ടികൾക്കും ഒപ്പം നിങ്ങൾക്ക് പർച്ചേസിംഗ് ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി കാഴ്ചകളായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളോട് പറയാനുള്ളത്. ഗുണ കേവില് കേട്ടപ്പോ നമ്മളെ മഞ്ഞുമ്മൽ പോയിട്ടില്ലേ, ആ സിനിമയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം എന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കില് ഉള്ളിൽ കയറി നോക്കുമ്പോ അത്ര എന്താ പറയാ, സിനിമയുമായിട്ടൊരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ട് അതില്. പക്ഷെ എന്നാൽ കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് നമുക്ക് എന്താ ഫിലിം കാണുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബേർഡ്സ്, അതുപോലെ തന്നെ ഫിഷ്, കളർ മീനുകൾ, ഇങ്ങനത്തെ കുറച്ച് ഐറ്റം സാധനങ്ങൾ കുട്ടികൾക്ക് എന്തായാലും മസ്റ്റായിട്ടും ഇഷ്ടപ്പെടും. അത് ഇതുപോലത്തെ ബോട്ടിങ് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അതെല്ലാം ഉണ്ട്. അപ്പൊ വെക്കേഷനിൽ വരുവാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ ലാസ്റ്റ് ഗുണ കേവിന്റെ മുന്നിൽ നടന്നു എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മളുടെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ ഞങ്ങള് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇന്ന് നേരെ പോവാണ്, പാക്കപ്പ് ഒക്കെ പറഞ്ഞ് പോകുന്ന പോലെ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. കേട്ടില്ലേ ഇത് കേട്ടാണ് നമ്മൾ കയറിയത്. ഇപ്പൊ സിനിമയുടെ സീന് കാണാൻ വിചാരിച്ചാണ് കയറിയത്. പക്ഷെ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ.